ഹായ് ഫ്രണ്ട്സ്, 25 ഫ്രെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് പരിശീലിച്ചവർക്ക് രണ്ടാമത്തെ പാർട്ട് കണ്ട് ചെയ്യാവുന്നതാണ്. ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി അമർത്തിയിട്ടേക്കുക. അപ്പോൾ നമുക്കിത് ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പോൾ ഇവിടെ ഓറഞ്ചാണ് വന്നിട്ടുള്ളത്. ഈ ഓറഞ്ചിന് ഓറഞ്ചും ഗ്രീനുമാണുള്ളത്. അപ്പോൾ ഓറഞ്ചും ഗ്രീനും എവിടെയാണെന്ന് നോക്കുക. ഓറഞ്ചിൻ്റെ കൂടെ ഗ്രീൻ വരുന്നത് റൈറ്റ് സൈഡിനാണ്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയിട്ട് അതിലാണ് കളിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള കളറ് ഇവിടെ വരും, ഈ ഓറഞ്ച് ഇവിടെ വരും. ഓറഞ്ചിനോടൊപ്പം തന്നെ ഈ ഗ്രീൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. യു ആർ യു ഐ ആർ ഐ യു ഐ എഫ് ഐ യു എഫ്. നോക്കിയാൽ മനസ്സിലാവും, മുകളിലുണ്ടായിരുന്ന ഓറഞ്ചും ഗ്രീനും ഉള്ളത് റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരെണ്ണം നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ വന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഇവിടെ നമുക്ക് ആൾറെഡി ശരിയായിട്ടുണ്ട്. ഇനിയുള്ളത് ഗ്രീനും ബ്ലൂ ആണ്. ഗ്രീനും ബ്ലൂവും റൈറ്റ് സൈഡിൽ ബ്ലൂ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്വേഷൻ തന്നെ ചെയ്താൽ മതി. ഗ്രീൻ റൈറ്റ് സൈഡിലോട്ട് കളിക്കുക. അപ്പോൾ യു ആർ യു ഐ ആർ ഐ യു ഐ എഫ് ഐ യു എഫ്. ഇത് കുറച്ച് കളിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ കളർ മൂവ് ആവുന്നത് എങ്ങനെയെന്ന് സ്ലോയിൽ കളിച്ചാൽ മനസ്സിലാകും. എങ്ങോട്ടാണ് ആ കളർ ക്യൂബ്സ് മൂവ് ആവുന്നതെന്ന് മനസ്സിലാക്കിയാൽ വേഗം കളിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെയുള്ള ഗ്രീനും ബ്ലൂവും റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ വന്നു. ഇപ്പോൾ നമുക്ക് ഇനി നോക്കുക. ഇനി ഇവിടെ വരേണ്ടത് ബ്ലൂവും റെഡുമാണ്. അപ്പോൾ ബ്ലൂവും റെഡും വരണമെങ്കിൽ മുകളിൽ നോക്കുക. ഈ ബ്ലൂവിൻ്റെ മുകളിൽ യെല്ലോ ആണ്. യെല്ലോ മുകളിൽ തന്നെ വരേണ്ടതാണ്. അപ്പോൾ ബ്ലൂ ഇവിടെ വരികയാണെങ്കിൽ യെല്ലോ റൈറ്റ് സൈഡിൽ വരും. അപ്പോൾ അത് മാച്ച് ആവത്തില്ല. അപ്പോൾ മുകളിൽ ഏതൊക്കെയാണ് ഡബിൾ, നമുക്ക് യെല്ലോ ഇല്ലാതെയുള്ള സെൻറ്ററിലെ കീസ് ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ഇനി സെൻറ്ററിലെ കീസ് ഡബിൾ കളറുള്ളതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ
ഒന്നുകിൽ വെറുതെ ഒരു സ്റ്റെപ്പ് കളിച്ച് ബ്ലൂവും റെഡും ഉള്ള ക്യൂബിനെ, അപ്പോൾ ഇനി ഡബിൾ യെല്ലോ ഒഴികെയുള്ള കളറുള്ള ക്യൂബ്സ് മുകളിലത്തെ ലെയറിലില്ല. അപ്പോൾ മുകളിലത്തെ ലെയറില്ല, പകരം ഒരെണ്ണം മിസ്സായി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിനെ മുകളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ ഒന്നുകൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇത് മുകളിൽ വരും. പിന്നീട് നമുക്ക് മാറ്റി കളിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സെയിം സ്റ്റെപ്പ് തന്നെ കളിച്ച് നോക്കാം. ഏതെങ്കിലും ഒരു കളർ എടുക്കുക. കളർ എടുത്തിട്ട് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഡബിൾ കളറുള്ളത് മുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. ബ്ലൂവും റെഡും വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂവും റെഡും എവിടെയാണ്, റെഡ് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ റെഡ്, ബ്ലൂവും റെഡും ഇവിടെ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഇവിടെ റെഡും ബ്ലൂവും ഉള്ളത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനാണ് കളിക്കേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷൻ അപ്പോൾ നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ട്, വീഡിയോയിൽ നോക്കിയിട്ട് ആ ഇക്വേഷൻ എഴുതി വെച്ച് കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും കളിച്ച് നന്നായിട്ട് തറവായതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ യു ഐ എന്ന് പറഞ്ഞാൽ അപ്പ് ഫേസ് ഇൻവേഴ്സ് എൽ ഐ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടൊരു ക്ലോക്ക് വെച്ചാൽ അതിൻ്റെ ഇൻവേഴ്സ് എൽ ഐ. അടുത്തത് യു, അടുത്തത് എൽ, അടുത്തത് വീണ്ടും യു, അടുത്തത് ഫ്രണ്ട്, അടുത്തത് യു ഐ, അടുത്തത് എഫ് ഐ. അപ്പോൾ നോക്കി, ഇവിടെ ഉണ്ടായിരുന്ന റെഡും ബ്ലൂവും ലെഫ്റ്റ് സൈഡിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്യൂബ് മുകളിൽ പോയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചാൽ കിട്ടും. ഇവിടെ ഓറഞ്ചും റെഡും. അപ്പോൾ ഓറഞ്ച് എവിടെയാണെന്ന് വെച്ചാൽ നോക്കുക. ഓറഞ്ചും റെഡും ഉണ്ട്. അതിനെ കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിനും കൂടി കൊണ്ടുവരാം. അതിന് സെയിം രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ കളിക്കുക. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ റൈറ്റ് സൈഡിലോട്ടും സെക്കൻഡ് ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ്. അപ്പോൾ ഇത് കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് ഓറഞ്ചും റെഡുമാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. അതിന് യു ഐ, എൽ ഐ, യു, എൽ, യു ഐ, യു, അടുത്തത് ഫ്രണ്ട്, യു, എഫ് ഐ. ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഓറഞ്ചും റെഡും താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഈ രണ്ട് ലെയറും താഴത്തെ വൈറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് കളിച്ച് പരിശീലിക്കുക. ഈ ഇക്വേഷൻ പഠിച്ച് ഓരോന്നും പഠിച്ച് നല്ല തറവായതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലോട്ട് പോവുക. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മുകളിലത്തെ യെല്ലോ ലെയറാണ്, വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലെയറാണ് അടുത്തത് ശരിയാക്കുന്നത്. അടുത്തത് ഈ ലെവൽ ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല. അടുത്തത് അതല്ല സ്റ്റെപ്പ്. അപ്പോൾ
ഇനി വരുന്ന ഈ 2 ലെയർ കഴിഞ്ഞാൽ അടുത്തത് വരുന്ന മുകളിലത്തെ ലെയറാണ് ഈ യെല്ലോ ലെയറാണ്. യെല്ലോ ലെയർ നമ്മൾ ആദ്യം വൈറ്റ് കളിച്ചതുപോലെ തന്നെ ആദ്യം ഒരു പ്ലസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആൾറെഡി പ്ലസ്സായി കഴിഞ്ഞിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചില സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാകും. അങ്ങനെയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കളിക്കുക. ഇനി ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഇത് യെല്ലോ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതിന് അടുത്ത സ്റ്റെപ്പെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പ്ലസ് ആക്കുകയാണ് ചെയ്യുന്നത്. പ്ലസ് ആക്കുന്നതിന് ആദ്യം ഇവിടെ യെല്ലോ ഉണ്ടോ എന്ന് നോക്കുക. യെല്ലോ ഉള്ള ഏതെങ്കിലും ഒരു സൈഡ് എടുത്തതിന് ശേഷം ഇനി കാണിക്കുന്ന ഇക്വേഷൻ പഠിക്കുക. ഈ പറയുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ FUR UIRIFI. അപ്പോൾ ഫസ്റ്റ് 3 ക്ലോക്ക് വൈസും രണ്ടാമത്തെ 3 ആൻറ്റി ക്ലോക്ക് വൈസും. അപ്പോൾ FUR UIRIFI ഈ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്ലസ് ആക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. FUR ഇനി ഇൻവേഴ്സ് UIRIFI. ഇപ്പോൾ നമുക്ക് പ്ലസ് വന്നിട്ടുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇനി നോക്കേണ്ടത്, അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഇക്വേഷൻ പഠിച്ചാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് വരും, പ്ലസും ഒരെണ്ണം എക്സ്ട്രയും വന്നിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് അടുത്തത് കളിക്കുന്നത്. അതായത് ഒരു 4 കളറും പിന്നെ ഒരു പ്ലസും ഒരു എക്സ്ട്രയും. ഇങ്ങനെ വന്നാൽ അടുത്ത സ്റ്റെപ്പ് കളിക്കേണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു കളർ പാറ്റേണിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിന് സ്ക്വയർ ഈ ഒരു പൊസിഷനിൽ വെച്ചതിന് ശേഷം ഇത് റൈറ്റ് സൈഡ് വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം ഇനി പറയുന്ന സ്റ്റെപ്പ്, സ്ക്രീനിൽ കാണുന്ന സ്റ്റെപ്പ് കാണാതെ പഠിച്ചിട്ട് അത് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. RURI വീണ്ടും UR 2 പ്രാവശ്യം U താഴേക്ക്. അപ്പോൾ വീണ്ടും ആ പൊസിഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ക്യൂബ് തിരിച്ചതിന് ശേഷം ഇത് റൈറ്റ് സൈഡിൽ വരത്തക്ക രീതി വയ്ക്കുക. വീണ്ടും സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും കളിച്ച് RURI UR 2 പ്രാവശ്യം URI. ഇപ്പോൾ മുകളിലത്തെ ലെയറെല്ലാം ഒരേ കളറായിട്ടുണ്ട്. അപ്പോൾ ഒരു ലെയർ റെഡിയായി, ഇവിടുത്തെ 2 ലെയർ എല്ലാം റെഡിയായിട്ടുണ്ട്, മുകളിലത്തെ ടോപ്പ് ലെയറും റെഡിയായി. അപ്പോൾ ഇനിയുള്ളത് ഈ ടോപ്പിൽ സൈഡ് കളറാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം, എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. RURI UR. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് തുടങ്ങിയ ആ പൊസിഷനിലോട്ട് വന്നിട്ടുണ്ട്, ആ കളർ പാറ്റേണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. RURI UR 2 പ്രാവശ്യം U. വീണ്ടും ആ കളർ പാറ്റേൺ തന്നെ അതിനെ ഒന്ന് തിരിച്ച്
ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. വീണ്ടും ആ ഒരു സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ മുകളിലത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് സൈഡ് നോക്കുക. സൈഡിൽ കളർ മാച്ചിങ് കൂടുതൽ ഏതാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഓറഞ്ച് 2 മാച്ചിങ് ആയിട്ടുണ്ട്. അത് നേരെ ഓറഞ്ചിൻ്റെ സൈഡിൽ കൊണ്ടുവയ്ക്കുക. ഇനി നോക്കുക, ഇവിടെ ഗ്രീനിൽ 1 ബാക്കിയുണ്ട്, ബ്ലൂവിൽ 1 ബാക്കിയുണ്ട്. ഇവിടെ 3 മാച്ചിങ് ആവാനുണ്ട്. ഇനി ഏത് ലെയറാണ് ക്ലിയർ ആയിട്ടുള്ളത് അത് ബാക്ക് വരത്തക്ക രീതിയിൽ വയ്ക്കുക. ഇതിപ്പോൾ ബാക്ക് പൊസിഷനിൽ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ലെയർ ഫുള്ള് മാച്ചാകുകയാണെങ്കിൽ അത് ബാക്ക് പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. അതാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇനി പറയുന്ന സ്റ്റെപ്പ് കുറച്ച് കട്ടിയായിട്ടുള്ള സ്റ്റെപ്പാണ്, എന്നാലും അതേതാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും ക്ലിയറായിട്ട് കളിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുക. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് പാർട്ടും കൂടെ വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.